ഭയം തോന്നാറില്ല. ആ. അത് ശരിക്കും പറഞ്ഞത് മനസ്സിൽ തട്ടി പറഞ്ഞതാണ്. അതിലെനിക്ക് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയങ്ങളില്ല. നമ്മളൊരാളെ സ്നേഹിക്കുന്നത് ഒരാളുടെ കളറോ ജാതിയോ ഇതൊന്നും നോക്കിയിട്ടല്ല. പക്ഷേ ഈ നമ്മൾ ഹോളിവുഡിലേക്കൊക്കെ വരുമ്പോൾ അവരിങ്ങനെ ഓരോ പൊളിറ്റിക്കൽ കാര്യങ്ങളിലൊക്കെ അവർ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നടത്താറുണ്ട്. പക്ഷേ ബോളിവുഡിലാണെങ്കിലും മറ്റേ ഇന്ത്യൻ സിനിമകളിലൊക്കെ ആണെങ്കിലും നടന്മാർ അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു കറണ്ട് ഇഷ്യൂസിനെ പറ്റിയിട്ട് അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും പറയാറില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ സിനിമയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളിലേക്ക് പോവാതിരിക്കുക. അവർക്ക് പൊളിറ്റിക്സ് ഇല്ലാത്തതുകൊണ്ടല്ല. പക്ഷേ തുറന്നു പറഞ്ഞാൽ ലേബൽ ചെയ്യപ്പെടുമെന്ന് നമ്മളെല്ലാവരും പേടിക്കുന്നുണ്ട്. പക്ഷേ ഷെയ്ൻ കഴിഞ്ഞ ദിവസം ഈ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് ചില അഭിപ്രായങ്ങളൊക്കെ നടത്തിയിരുന്നല്ലോ. അപ്പോൾ അങ്ങനത്തെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നടത്തുമ്പോൾ 2023 അപ്പം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നടത്തുമ്പോൾ അങ്ങനെ ഷെയ്ന് പേടിയുണ്ടോ? 24-ലാണോ? ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഞാനൊരു തരത്തിൽ എന്തെങ്കിലും ലേബൽ ചെയ്യപ്പെടുമ്പോൾ അങ്ങനെ ഭയം തോന്നാറുണ്ടോ? ഭയം തോന്നാറില്ല. ആ. അത് ശരിക്കും പറഞ്ഞത് മനസ്സിൽ തട്ടി പറഞ്ഞതാണ്. അതിലെനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയങ്ങളില്ല. അത് എങ്ങനെ അത് എടുക്കും എന്നറിയില്ല. എനിക്ക് പറഞ്ഞ പോലെ ഓരോ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ മതങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്നും എനിക്കറിയില്ല. നമ്മളൊരാളെ സ്നേഹിക്കുന്നത് ഒരാളുടെ കളറോ ജാതിയോ ഇതൊന്നും നോക്കിയിട്ടല്ല. അത് അയാളുടെ ഹാർട്ടിൽ നിന്നുള്ള ഒരു റിയൽ ആയിട്ടുള്ളൊരു എനർജിയാണ് നമ്മൾ ഒരാളിലേക്ക് അട്രാക്റ്റ് ആവണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എനിക്കിതൊന്നും ബാധകമല്ല. പക്ഷേ ഭൂമിയിൽ പലതരം മനുഷ്യരാണ്, പലർക്കും പല കാഴ്ചപ്പാടുകളാണ്. അതിൻ്റെ പേരിൽ പലരെയും പല രീതിയിൽ അനുഭവിക്കപ്പെടുന്നുണ്ട്, ഞാനടക്കം. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നി. അത് ഞാൻ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും എനിക്ക് വലിയ കാര്യങ്ങളില്ല. ഷെയ്ൻ ശ്രദ്ധിക്കാറുണ്ടോ അത്തരം വാർത്തകളൊക്കെ? അത് ശ്രദ്ധിക്കാണ്ട് വേറെ എല്ലായിടത്തും ഉണ്ടല്ലോ, അത് കാണുന്നുണ്ടല്ലോ. അത് ഇപ്പോഴും മാറിയിട്ടില്ലല്ലോ. ഇപ്പോഴും അവിടെ നടക്കുന്നല്ലേ, ഇപ്പോഴും യുദ്ധമില്ല അവിടെ. അല്ല, അത് സങ്കടം തോന്നുന്നത് ആരെങ്കിലും ഉണ്ടോ? അത് പക്ഷെ അവർ പറയാനില്ല എന്നുള്ള മാത്രം. പറയുന്നില്ലെന്നേ ഉള്ളൂ. അത് കാണുമ്പോൾ ഇന്നലെ ഇത്ര ആൾക്കാർ ഇന്ന് ട്രംപും നെതന്യാഹുമായിട്ടുള്ള ചർച്ച വരുന്നുണ്ട്. ഇത് കാണാത്ത ആരുമില്ല. പക്ഷെ പ്രതികരിക്കുന്ന ആൾക്കാർ വളരെ ചുരുക്കം. സിനിമയെന്നല്ല, എല്ലായിടത്തും വളരെ രാഷ്ട്രീയക്കാരല്ലാതെ പ്രതികരിക്കുന്നവർ വളരെ ചുരുക്കം. ചിന്തിക്കും, എന്തിനാ ഞാൻ വെറുതെ ആവശ്യമില്ലാത്ത പുലിവാല് പിടിക്കുന്നത്.